കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിധി റൂമിലിരുന്ന് പഠിക്കുമ്പോൾ അവളെ ഇംപ്രസ് ചെയ്യാനായി ചപ്പു ചവറെല്ലാം ഡൈനിങ് ഹാളിൽ വാരിയിട്ട് തൂക്കാൻ തുടങ്ങുകയാണ് സുധീഷ്. അപ്പോഴാണ് നിധിയുടെ മൊബൈലിലേക്ക് സാന്ദ്രയുടെ വോയിസ് മെസ്സേജ് വരുന്നത്. നിധി, നിന്റെ ആധാർ കാർഡ് എനിക്ക് കിട്ടി. അതിന്റെ നമ്പർ ഞാൻ അയക്കുന്നുണ്ട്. അത് വെച്ച് നിനക്ക് ആധാർ കാർഡ് എടുക്കാൻ കഴിയുമെങ്കിൽ എടുത്തേക്ക് കേട്ടോ എന്നുള്ള ആ വോയിസ് മെസ്സേജ് കേൾക്കെ നിധിക്കും സന്തോഷമാവുകയാ. അപ്പോൾ സന്തോഷത്തോടെ എഴുന്നേറ്റ് ഡൈനിങ് ഹാളിൽ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്ന സുധീഷിന്റെ അടുത്തേക്ക് ചെന്ന് സുധീഷേ എന്ന് വിളിക്കുമ്പോഴേക്കും ഏയ് നിക്ക് പൊടിയുണ്ടെന്ന് പറഞ്ഞ് അവൻ തടയുന്നുണ്ട്. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ നിധി വരുന്നതിന് മുന്നേ ചെയ്തു വെക്കാന്ന് കരുതി, നിധിക്കൊരു ഹെൽപ്പ് ആവുമല്ലോ എന്ന് പറഞ്ഞ് ക്ഷീണം അഭിനയിച്ച് നിധി എന്താ വന്നേന്ന് സുധീഷ് ചോദിക്കുക. അവൾ സന്തോഷത്തോടെ എന്റെ ആധാർ കാർഡ് നമ്പർ ഏട്ടത്തി അയച്ചു തന്നെന്ന് പറയുമ്പോ അമ്പരപ്പോടെ എന്ത് എന്ന് സുധീഷും. ആധാർ നമ്പർ എന്നവൾ വീണ്ടും സന്തോഷത്തോടെ പറയുമ്പോ ശരിക്കും എന്നവനും. അതെ, ഇനി അത് വെച്ച് ആധാർ എടുക്കാമെന്ന് നിധി പറയുമ്പോ സുധീഷും ആകെ ടെൻഷനോടെ നിൽപ്പാ. അവന്റെ നിൽപ്പ് കണ്ട് എന്തെന്ന് നിധി ചോദിക്കുമ്പോ ഏയ് ഒന്നുമില്ല, നല്ല സന്തോഷമുള്ള വാർത്തയാണല്ലോ എന്ന് പറഞ്ഞ് മൊബൈൽ വാങ്ങി ആ ആധാർ നമ്പർ നോക്കുകയാ. ഇതന്നെ ആണല്ലോ അല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോ എന്താ സംശയമെന്ന് നിധിയും. ആശം പിടിക്കാൻ അവസാനം അത് കിട്ടിയല്ലേ എന്നവൻ മനസ്സിൽ പറയുന്നുണ്ട്. ഞാൻ പോയി ഇത് കൊടുത്ത് ആധാർ കാർഡ് എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നവൾ പറയുമ്പോ ഇപ്പോഴോ എന്തിനാ ഇത്ര തിരക്കെന്ന് സുധീഷും. ഇതിനുവേണ്ടിയല്ലേ ഇത്രയും കാലം കാത്തിരുന്നത്, ഞാൻ കൈയോടെ പോയിട്ട് വരാം എന്ന് നിധി പറയുമ്പോ എന്നാ പിന്നെ ഞാനും വരാമെന്ന് സുധീഷും. വേണ്ടെന്നേ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാമെന്ന് നിധി പറയുമ്പോ അല്ല വണ്ടിയുണ്ടേ, നമുക്കൊന്നിച്ച് പോയി വരാമെന്ന് സുധീഷും. വേണമെന്നില്ല, സുധീഷിന് പണിയുള്ളതല്ലേ എന്ന് നിധി ചോദിക്കുമ്പോ ഇതൊക്കെ എന്ത് പണി, ഇതൊക്കെ നമുക്ക് എപ്പോ വേണേലും ചെയ്യാലോ, ഞാൻ പോയി റെഡിയായി വരാമെന്ന് സുധീഷും. എന്നാ ഒരു കാര്യം ചെയ്യേ, തുടങ്ങി വെച്ച പണി ആദ്യം തീർക്ക് എന്നിട്ട് പോവാമെന്ന് നിധിയും. അവൻ പരുങ്ങലോടെ ഇതോ ചെയ്യല്ലേ എന്ന് ചോദിക്കുമ്പോ പിന്നെ നല്ലതല്ലേ, തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് ഫോണും വാങ്ങി അവിടെ ചെയറിലേക്ക് ഇരിക്കുക. അവൻ ചവറെല്ലാം തൂത്തുവാരി എടുത്തോണ്ട് ഏതു നേരത്താണാവോ ഇത്രയും ചവർ വാരി ഇടാൻ തോന്നിയത് എന്ന് പിറുപിറുത്ത് നടുനിവർത്തുമ്പോഴേക്കും നിധിയും വേസ്റ്റ് ബാസ്ക്കറ്റ് അരികിൽ കൊണ്ടുവച്ച് ഇനി പഴയതുപോലെ തന്നെ ഇതിലാക്കിക്കോ, പുറത്തേക്ക് കളയാനായി അടിച്ചുകൂട്ടി ഇതിൽ കൂട്ടിവെച്ചിരുന്നതാണല്ലോ ഇതൊക്കെ, തിരിച്ചിതിലേക്ക് തന്നെ കോരിയിട്ട് കൊണ്ടുപോയി കളഞ്ഞോളൂ എന്ന് നിധി പറയുന്നത് കേൾക്കെ ഒരു ചമ്മലോടെ അങ്ങനെ ആയിരുന്നുല്ലേ എന്നവൻ ചിരിയോടെ ചോദിക്കുന്നുണ്ട്. അതങ്ങനെയായിരുന്നു എന്ന് നിധിയും. അവനെപ്പോഴേക്കും ബാക്കിയുള്ളതും കൂടി വേസ്റ്റ് ബിന്നിലേക്ക് വാരിയിട്ട് കൊണ്ട് എന്നാ ഞാനിത് കളഞ്ഞിട്ടേ ഫ്രഷ് ആയി വരാം, എന്നെ ആകെ വിയർപ്പ് നാറെന്ന് പറയുമ്പോ ആയിക്കോട്ടെ എന്ന് നിധിയും. പിന്നീട് നിധിയും സുധീഷും ഒരുമിച്ച് കാറിൽ ആധാർ കാർഡ് എടുക്കാൻ പോവുകയാ. അതിനിടയ്ക്ക് നിധി സുധീഷിനോടായി പറയുന്നുണ്ട്, ഈ ആധാർ കാർഡ് ഇല്ലാതെ എത്രമാത്രം കഷ്ടപ്പെട്ടുവല്ലേ, ഹോസ്റ്റലിൽ അഡ്മിഷൻ, ഡിവോഴ്സിന്, അങ്ങനെ എല്ലാത്തിനും ആധാർ കാർഡ് വേണം, ID കാർഡ് ഇല്ലെങ്കിൽ മനുഷ്യനാണെന്നുള്ളതിന് പോലും തെളിവില്ലാതായി എന്ന് പറയുമ്പോ സർക്കാരിനാണ് ID വേണ്ടത്, മനുഷ്യർക്ക് മനസ്സിലാക്കാൻ ID ഒന്നും വേണ്ട, സ്നേഹം മാത്രം മതിയെന്ന് സുധീഷും. സ്നേഹിച്ചാൽ ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടില്ലല്ലോ എന്ന് നിധി ചോദിക്കുമ്പോ സ്നേഹമുണ്ടെങ്കിൽ പിന്നെ ഡിവോഴ്സിന്റെ ആവശ്യം എന്താന്ന് സുധീഷും. ഹലോ, സ്നേഹമെന്ന് പറയുന്നതേ അങ്ങനെ വാങ്ങാൻ കിട്ടുന്നതൊന്നുമല്ല, അതുള്ളിന്ന് തോന്നേണ്ടതാ, അതില്ലെങ്കിൽ ഡിവോഴ്സ് തന്നെയാ നല്ലത്. പിന്നെ സർക്കാർ കാര്യങ്ങൾക്ക് ചെല്ലുമ്പോൾ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന രേഖകൾ തന്നെ കയ്യിൽ വേണം, അല്ലാതെ സർക്കാരെ എനിക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്, എന്നെ ഇന്ത്യൻ സിറ്റിസണായി പരിഗണിക്കണേ എന്നൊന്നും പറയാൻ പറ്റില്ല, ആധാർ കാർഡ് കിട്ടിയാ പിന്നെ ആദ്യം താമസിക്കാൻ ഒരിടം കണ്ടെത്താലോ എന്നവൾ പറയുന്നത് കേൾക്കെ ഓഹോ അപ്പോ അതാണ് ലക്ഷ്യമല്ലേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. എന്തായാലും വേണ്ടതല്ലേ എന്ന് നിധി ചോദിക്കുമ്പോ പിന്നെന്തിനാ സുഭാഷ് ഏട്ടനോടും നികേഷിനോടും ഒക്കെ വീട് വിട്ടു പോവില്ലെന്ന് വാക്കു കൊടുത്തത് എന്ന് സുധീഷ് ചോദിക്കുമ്പോ സുഭാഷ് ഏട്ടന്റെ കല്യാണം വരെ നിൽക്കാമെന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അത് കഴിഞ്ഞാ പോകുന്ന അന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ, ഇപ്പൊ ഞാൻ ഇറങ്ങിയാല് അത് വീണ്ടും പ്രശ്നമാവുമെന്ന് അറിയാവുന്നോണ്ടാ അങ്ങനെ തീരുമാനിച്ചത്, സ്ത്രീകൾ വാഴാത്ത വീടെന്ന പെരുദോഷം ഇനിയും വേണ്ടല്ലോ നോർത്തിട്ട് സുഭാഷ് ഏട്ടന്റെ കല്യാണത്തിന് ശേഷം പോയാൽ പിന്നെ ആ പ്രശ്നമില്ലല്ലോ എന്ന് നിധി പറയുമ്പോ ശരി നമുക്ക് നോക്കാം, ആദ്യം സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കട്ടെ എന്ന് സുധീഷും. അതിനു മുമ്പ് ഡിവോഴ്സ് രേഖയാക്കി വെക്കണം, അതിന് സുഭാഷ് ഏട്ടന്റെ കല്യാണം വരെ കാത്തിരിക്കേണ്ടല്ലോ, ആധാർ കിട്ടിയാൽ വക്കീലിനെ കണ്ട് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യണം, ഡിവോഴ്സ് കിട്ടിയാൽ സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയുന്നതോടെ സുധീഷിനും ഒരു വിവാഹം ആലോചിക്കാം. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളുടെ ഹസ്ബൻഡ് വക്കീല, അവൾ ഈ കാര്യത്തെ പറ്റി വക്കീലിനോട് സംസാരിച്ചു, അന്ന് പോലീസ് ഇടപെട്ട പ്രശ്നം ഞാൻ പറഞ്ഞു, പോലീസിനൊന്നും ഈ വിഷയത്തിൽ ഒരു കാര്യവുമില്ലെന്നാ അവൾ പറഞ്ഞത്, പൊതുവെ ഡിവോഴ്സ് ചെയ്യാന്ന് പറയുമ്പോ അത് ആണുങ്ങളുടെ കുഴപ്പം കൊണ്ടാണെന്നാ ആളുകൾ വിചാരിക്കുക, സുധീഷിന് അന്വേഷിക്കുന്ന പെൺകുട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നിയാ എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി, ഞാൻ കാര്യങ്ങൾ വിശദീകരിച്ചോളാം, എന്നെ സഹായിക്കാൻ വന്നിട്ട് പെട്ടുപോയ ആളാണെന്ന് എന്നൊക്കെ നിധി പറയുമ്പോ സുധീഷ് ഒന്നും മിണ്ടാതെ തലയാട്ടിക്കൊണ്ടിരിക്കുക. എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നതെന്ന് നിധി ചോദിക്കുമ്പോ ഒന്നുമില്ലെന്ന് സുധീഷും. സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ സുധീഷിനൊരു കല്യാണം ആലോചിക്കാം എന്ന് നിധി പറയുന്നത് ഇഷ്ടമാവാതെ എന്നാ പിന്നെ അതുകൂടി അങ്ങ് നടത്തിയിട്ട് പോയാ പോരായിരുന്നു, നാട്ടിൽ നിന്ന് ഇവിടേക്ക് രാത്രി ഓടിപ്പോന്നതേ ഞങ്ങളുടെ കല്യാണം നടത്താനായിട്ടാ, എന്നൊരു കാര്യം ചെയ്യേ, ഹരീഷിന്റെയും നികേഷിന്റെയും കൂടി കല്യാണം നടത്തിയിട്ട് പോയിക്കോ, അതാവുമ്പോ ഇയാൾ ആരാണെന്ന് ചോദിക്കുമ്പോഴേ വീട്ടിൽ പുതുതായി വെച്ച ബ്രോക്കർ ആണെന്ന് പറയാലോ. എന്നവൻ ദേഷ്യത്തോടെ പറയുന്ന കേൾക്കെ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നതെന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അല്ലാതെ പിന്നെ
ഇവിടേക്ക് വന്നത് എന്തിനാണെന്ന് പോലും ഇപ്പോൾ മറന്ന മട്ടാണല്ലോ. ജോലി വേണം, പഠിക്കണം, അതൊക്കെ വിട്ടിട്ട് ഇപ്പോ എന്റെയും ചേട്ടന്റെയും കല്യാണമാണോ ഇവിടുത്തെ പ്രശ്നം എന്ന് സുധീഷ് ചോദിക്കുമ്പോ, ഹലോ, അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സുഭാഷേട്ടന്റെ കല്യാണം എന്റെ ഒരു കടപ്പാടാ. എനിക്ക് അഭയം തന്ന വീടിനോട് ഞാൻ ചെയ്യുന്ന കടപ്പാട്. നിങ്ങളുടെ കല്യാണം എന്റെ ഉത്തരവാദിത്തമാണ്. എനിക്ക് വേണ്ടി ജീവിതം കളഞ്ഞ നിങ്ങളോടുള്ള റെസ്പോൺസിബിലിറ്റി. അതിന്റെ കൂടെ ജോലിയും പഠിപ്പും ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തോളാം എന്നവൾ പറയുമ്പോഴേക്കും സുധീഷും കാറ് സൈഡ് ഒതുക്കി നിർത്തുകയാ. ദേ, ജനസേവന കേന്ദ്രമെത്തി, ഇറങ്ങെന്ന് പറയുമ്പോഴേക്കും നിധിയും കാറിൽ നിന്ന് ഇറങ്ങുകയാ. അവരതിനകത്തേക്ക് കയറി ചെല്ലുമ്പോഴേക്കും എന്താ വേണ്ടതെന്ന് അവിടെയുള്ള ആളും ചോദിക്കുക. എന്റെ ആധാർ കാർഡ് മിസ്സായി, നമ്പറുണ്ട്, അത് വെച്ച് കാർഡ് എടുക്കാൻ പറ്റുമെന്ന് നിധി ചോദിക്കുമ്പോ, എടുക്കാലോ, നമ്പർ പറയുന്ന അയാളും. അപ്പോഴാണ് അയാൾ, മൊബൈലില്ലേ കയ്യില്, ഇപ്പൊ ഒരു OTP വരും, അത് പറ എന്ന് പറയുമ്പോ നിധിയും പരിഭ്രമത്തോടെ, OTPയോ, നമ്പർ തന്നതല്ലേ, അതുപോരെ എന്ന് ചോദിക്കുക. അതുപോരാ, ആധാർ വെരിഫിക്കേഷനുമായിട്ട് ഒരു OTP രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് വരും, അതോടി പറയണം, എന്നാലേ പറ്റൂ എന്ന് അയാളും. നിധി ടെൻഷനോടെ സുധീഷിനെ നോക്കുമ്പോഴേക്കും, ആധാർ എടുത്ത സമയത്ത് ഒരു നമ്പർ കൊടുത്തില്ലേ, അതിലേക്കാണ് OTP വരിക എന്ന് അയാളും. അപ്പോഴാണ് നിധി ടെൻഷനോടെ അന്ന് സിം കാർഡ് ഊരി വലിച്ചെറിഞ്ഞ കാര്യം ഓർക്കുന്നത്. അത് ഓർമ്മ വരുന്ന സുധീഷും സന്തോഷത്തോടെയും ചിരിയോടെയും, ആധാർ എടുക്കാൻ എന്ത് തിരക്കായിരുന്നു, എന്നിട്ട് ഉടനെ ഡിവോഴ്സ് വേണമല്ലേ, ദൈവം എന്റെ കൂടെയാണ് നിധി എന്ന് മനസ്സിൽ പിറുപിറുത്ത് ചിരിക്കുമ്പോഴേക്കും നിധിയും അവനെ തിരിഞ്ഞു നോക്കുകയാണ്. നിങ്ങളുടെ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവുമെന്ന് അയാൾ പറയുമ്പോ നിധിയും ടെൻഷനോടെ അത് ആ നമ്പർ കയ്യിലില്ലെന്ന് പറയുകയാ. എന്നാ പിന്നെ അതുമായിട്ട് വന്നാൽ മതി, ശരിയെന്ന് അയാൾ പറയുമ്പോഴേക്കും സുധീഷ് അവളെയും കൂട്ടിക്കൊണ്ട് പോവുകയാ. അവിടെ നിധിയുടെ വീട്ടിൽ ഓഫീസിലേക്ക് പോയ അരുൺ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. റൂമിലെ കട്ടിലിൽ ഇരിക്കുകയായിരുന്ന സാന്ദ്രയും അരുണിനെ കണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ്, അരുണേട്ടൻ ഓഫീസിൽ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, പോയി, പക്ഷേ എനിക്ക് നിന്നെ പെട്ടെന്നൊന്ന് കാണണമെന്ന് തോന്നി എന്ന് പറയുമ്പോൾ പരിഭ്രമത്തോടെ, എന്തിനാ എന്ന് സാന്ദ്രയും. നിന്റെ ഫോൺ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ബെഡിൽ കിടക്കായിരുന്ന ആ ഫോൺ എടുത്ത് അരുൺ നോക്കുന്നുണ്ട്. അതിലെ ഫോട്ടോസിലെ ഒരു നമ്പർ നോക്കിക്കൊണ്ട്, ഇത് നമ്പറാ, കണ്ടിട്ട് ആധാർ നമ്പർ പോലെ ഉണ്ടല്ലോ. അമ്മയുടെ മുറി കയറി നിധിയുടെ ആധാർ നമ്പർ എടുത്ത് പകർത്തി അയച്ചപ്പോ നാത്തൂൻ ഹാപ്പി ആയോ എന്ന് അരുണിന്റെ ചോദ്യം കേൾക്കെ, അരുണേട്ടാ അത് എന്ന് പരിഭ്രമത്തോടെ അവൾ പറയുമ്പോഴേക്കും അവൻ തടഞ്ഞ്, എനിക്കും എന്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത സ്നേഹം അവളോട് നിനക്കെന്തിനാടി? ഈ വീട്ടിൽ നിന്ന് അവൾക്ക് ഒരു സാധനവും അയച്ചു പോകരുതെന്ന് നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നീ അവളെ സഹായിക്കാൻ പോയാ അതിനെന്താടി അർത്ഥം? ദേ, എന്നെ നിനക്കറിയാലോ, ഇനി നീ അവളെ സഹായിക്കാൻ പോയാ അതോടെ തീരുമല്ലാം. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. അവളോടുള്ള നിന്റെ സ്നേഹം ഇതോടുകൂടി നിർത്തിയേക്ക്, അല്ലെങ്കിൽ മോളെ ഇവിടെ ഇട്ട് നിനക്ക് നിന്റെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കേണ്ടി വരും. എന്നേക്കുമായിട്ട്, മനസ്സിലായോ? എന്നെ ചതിക്കുന്ന ഒരു ബന്ധവും എനിക്ക് വേണ്ട, അത് പെങ്ങളായാലും ഭാര്യയായാലും എന്ന് പറഞ്ഞ് അവൻ ആ മൊബൈൽ ബെഡിലേക്ക് എറിയുകയാ. നിധിക്ക് വീട്ടിൽ നിന്ന് പോകാനുള്ള സഹായം ചെയ്തു കൊടുത്തത് നീയാണോന്ന് എനിക്ക് സംശയമുണ്ട് എന്നരുൺ പറയേ, എന്തൊക്കെയാ ഈ പറയുന്നത്? അവൾക്ക് ജോലിക്ക് വേണ്ടിയാ അവള് സർട്ടിഫിക്കറ്റ് ചോദിച്ചത്. ജോലി ചെയ്ത ഒരാൾ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് സഹായിച്ചാലോന്ന് കരുതി എന്ന് സാന്ദ്രയും. വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടും ഞങ്ങളറിയാതെ ഹെൽപ്പ് ചെയ്യാൻ നിനക്ക് എന്താടി അവകാശം? അവൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മുറിയിൽ കയറി രണ്ടും കൂടി അടക്കി പിടിച്ച് സംസാരമായിരുന്നല്ലോ. എങ്ങനെ ഒളിച്ചോടാന്ന് പ്ലാൻ ചെയ്യുകയായിരുന്നു രണ്ടും കൂടി. നിധിക്ക് സൂര്യ ചേരില്ലെന്ന് നീ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നല്ലോ എന്നരുൺ ചോദിക്കുമ്പോ, അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല സാന്ദ്രയും. എനിക്കത് വിശ്വാസമില്ല. ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോ നീ അവളെ ആ ഡ്രൈവറുടെ കൂടെ അല്ലേടി പറഞ്ഞയച്ചത്. ഏതായാലും ഇത്തവണ അവളെ സഹായിച്ചു എന്ന് നീ കരുതണ്ട. നീ അയച്ച നമ്പറിൽ 2 നമ്പർ ഞാൻ മാറ്റി. ഇത് പക്ഷേ നിനക്കുള്ള അവസാനത്തെ വാണിങ്ങാ. ഇനി അവളെ നീ ഏതെങ്കിലും വിധത്തിൽ സഹായിച്ചു എന്നറിഞ്ഞാ അതിന്റെ റിസൾട്ട് ഇങ്ങനെ ആയിരിക്കില്ല എന്ന് ഓർമ്മിപ്പിച്ച് അരുണും ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാ. അപ്പോഴേക്കും നിധിയും സുധീഷും തിരികെ കാറിലേക്ക് കയറിയിരുന്നു. അവൾ വീണ്ടും അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കെ, എന്റെ നമ്പർ ഇപ്പോ വേറെ ആർക്കെങ്കിലും അലോട്ട് ചെയ്ത് കാണില്ലേ? ആ നമ്പറിലേക്ക് വിളിച്ച് അതിപ്പോ ഉപയോഗിക്കുന്ന ആളോട് ഹെൽപ്പ് ചോദിച്ചാലോ എന്നവൾ സുധീഷിനോടായി ചോദിക്കേ, എന്ത് ഹെൽപ്പ് എന്ന് സുധീഷും. ഇത് എന്റെ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന നമ്പറാണെന്നും അതെടുക്കാനായി ഒരു OTP വരും, അത് പറഞ്ഞിട്ടൊന്നും പറയാം എന്ന് നിധി ചോദിക്കുമ്പോ, അല്ല, ആ നമ്പർ വേറൊരാൾക്ക് അലോട്ട് ചെയ്യാനുള്ള സമയമായിട്ടില്ലെന്നേ. പിന്നെങ്ങനെയാന്ന് സുധീഷും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലെന്നും പറഞ്ഞ് നിധി തന്റെ മൊബൈൽ എടുത്ത് വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും, ശരി, ഞാൻ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് സുധീഷ് ആ മൊബൈൽ വാങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും, അതെന്തിനാ, ഞാൻ വിളിച്ചോളാമെന്ന് നിധിയും. അല്ല, ഞാൻ വിളിച്ച് സംസാരിച്ചോളാമെന്നേ. ഏത് ടൈപ്പ് ആളുകളാണെന്ന് നമുക്കറിയില്ലല്ലോ എന്ന് സുധീഷ് ചോദിക്കുമ്പോ, ഏത് ടൈപ്പ് ആയിരുന്നാലെന്താ, ഞാൻ വിളിച്ചോളാമെന്ന് നിധിയും. അവൾ ആ നമ്പറിലേക്ക് വിളിക്കുമ്പോഴേക്കും ഒരു സീരിയൽ ലൊക്കേഷനിലെ ജോലിക്കാരനാണ് ആ കോൾ പോകുന്നത്. ഫോൺ കോൾ എടുത്ത്, ഹലോ, ആരാ എന്ന് ചോദിക്കുമ്പോ, എന്റെ പേര് നിധി എന്ന് അവൾ പറയേ, എന്ത് വേണമെന്ന് അവനും. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ നമ്പറേ പണ്ട് എന്റെ ആയിരുന്നു. എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നിധി ചോദിക്കുമ്പോൾ, ഞാൻ എന്തിന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണം എന്ന് അയാളും. നിധി ഇങ്ങതാ, ഞാൻ സംസാരിച്ചോളാമെന്ന് സുധീഷ് പതിയെ പറയുന്നുണ്ടെങ്കിലും, ഞാൻ സംസാരിച്ചോളാമെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞവൾ വീണ്ടും, നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും, അതെനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, എന്ത് OTP ഷെയർ ചെയ്യാനോ? പണ്ടൊക്കെ ഗുജറാത്തിൽ നിന്നും ബീഹാറിൽ നിന്നുമൊക്കെ ആയിരുന്നു തട്ടിപ്പൊക്കെ, ഇപ്പോ കേരളത്തിൽ നിന്നുമായോ? നീ ആരടി? നീ എവിടുന്ന് വിളിക്കുന്നേ? ഞാൻ പോലീസിനെയും കൊണ്ട് അങ്ങോട്ട് വരാം. നിനക്കെന്താ മാന്യമായി ജോലി ചെയ്ത് ജീവിച്ചൂടെ? നീയൊക്കെ മനുഷ്യന്മാരെ പറ്റിച്ച് ജീവിക്കുക എന്ന് തുടങ്ങി അവൻ ചെവി പൊട്ടുന്ന ചീത്ത വിളിക്കുക. അത് സഹിക്കാനാവാതെ അവൾ ഇന്ന് സംസാരിച്ചെന്ന് പറഞ്ഞ് പെട്ടെന്ന് സുധീഷിന് ഫോൺ കൊടുക്കുക.
ചിരിയോടെ ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞവൻ അത് വാങ്ങി സംസാരിക്കുമ്പോഴേക്കും ആരാടാന്ന് ചോദിച്ച് അവൻ വീണ്ടും തെറി വിളിക്കാൻ തുടങ്ങുകയാ. അത് സഹിക്കാനാവാതെ അവനും കോൾ കട്ട് ചെയ്ത് എന്തൊരു തെറിയാ ഇത്, ഞാൻ ഇതുവരെ ഇങ്ങനൊന്നും കേട്ടിട്ടില്ല കേട്ടോ, അയ്യേ കാത് വരെ പുളിച്ചു പോയി എന്ന് പറഞ്ഞവൻ ആ മൊബൈൽ നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴേക്കും പിന്നെ ഞാൻ കേട്ടിട്ടുണ്ടോ എന്ന് നിധിയും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഞാൻ തന്നെ സംസാരിക്കാമെന്ന്. ഒരാളെ വിളിച്ച് ആദ്യമേ OTP വേണമെന്ന് പറഞ്ഞാൽ തെറി വിളിക്കാതിരിക്കോ? അതും ഇക്കാലത്ത്. അല്ല ഇയാൾക്ക് ബുദ്ധിയില്ലേ? 1000 തവണ മെസ്സേജ് വരുന്നതല്ലേ ഫോണില്, OTP ചോദിച്ചാ പറഞ്ഞു കൊടുക്കരുതെന്ന് എന്ന് സുധീഷ് ചോദിക്കേ മതി, ഇനി എന്നെ വഴക്ക് പറയണ്ട, ഇന്നത്തോടെ എല്ലാ പ്രശ്നവും തീരുമെന്ന് വിചാരിച്ചതാ. വീട്ടിൽ നിന്നിറങ്ങിയ അവസ്ഥ എന്തായിരുന്നോ അത് തന്നെ ഇപ്പോഴും, എന്തൊരു കഷ്ടമായത് എന്ന് പറഞ്ഞവൾ ടെൻഷനോടെ ഇരിക്കുമ്പോഴാണ് സാന്ദ്രയുടെ കോൾ വരുന്നത്. ഏട്ടത്തിയാന്നും പറഞ്ഞ് അവൾ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും നിധി സോറി, നിനക്ക് ഞാൻ അയച്ച ആധാർ നമ്പർ തെറ്റായിരുന്നു, ഞാൻ നോക്കി ശരിക്കും എഴുതി വെച്ചതാ, പക്ഷേ ഞാൻ അത് ചെയ്യുന്നത് കണ്ടിട്ട് എന്റെ ചേട്ടൻ അതിലെ 2 നമ്പറുകൾ മാറ്റി എഴുതി, ഞാൻ അത് അറിഞ്ഞിരുന്നില്ല, എടുത്തു വെച്ച ഒറിജിനലെ പുള്ളി എടുത്ത് മാറ്റുകയും ചെയ്തു. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തതിന് എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു, ഇനി നിന്നെ സഹായിച്ച ഇവിടുന്ന് ഇറക്കി വിടുമെന്ന ഭീഷണി. ശരി ഞാൻ നിന്നെ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ സാന്ദ്ര പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുകയാ. നിധിയും ഛേ എന്ന് പറയണ കേട്ട് എന്ത് പറ്റിയെന്ന് സുധീഷും. ആ ആധാർ നമ്പർ എന്റെ അല്ലത്രേ, എന്റെ ചേട്ടൻ അതിലെ 2 നമ്പർ മാറ്റി എഴുതിയെന്ന് നിധി പറയുന്ന കേൾക്കെ സുധീഷും പൊട്ടിച്ചിരിക്കുക. അവൾ ദേഷ്യത്തോട് നോക്കുന്നത് കാണേ ചിരിയോടെ സോറി പറഞ്ഞ് എടോ റിവെഞ്ചിന് വേണ്ടി ഇയാളുടെ ചേട്ടൻ കാണിക്കുന്ന ദുഷ്ടത്തരമോർത്ത് ചിരിച്ചതാ. സോറി എന്ന് പറഞ്ഞവൻ ചിരിയൊതുക്കുമ്പോഴേക്കും ഒന്നും മിണ്ടാതിരിക്കാം, ആധാർ നമ്പർ എന്റേതല്ലെന്ന വിഷമത്തിലിരിക്കുമ്പോഴാ എന്ന് നിധിയും ടെൻഷനോടെ പറയുന്നുണ്ട്. എടോ അത് ഒറിജിനൽ ആയിട്ടും കാര്യമൊന്നുമില്ല, നമ്പർ കയ്യിലില്ലല്ലോ എന്ന് സുധീഷ് ഓർമ്മിപ്പിക്കുമ്പോ അയ്യോ അന്നത് കളയണ്ടായിരുന്നു, എങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നെന്ന് നിധിയും ടെൻഷനോടെ പറയുന്നുണ്ട്. എടോ അത് വിട്ടേക്കെന്ന് സുധീഷ് പറയുമ്പോ നിങ്ങൾക്കത് പറയാം, സ്വന്തം കാര്യമല്ലല്ലോ എന്ന് നിധിയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. നിധിക്കിപ്പോ എന്താ വേണ്ടത്? ആധാർ വേണം, അത്രയല്ലേ ഉള്ളൂ, അത് സംഘടിപ്പിക്കാലോ എന്ന് സുധീഷ് പറയുന്നകൾക്ക് എങ്ങനെ എന്ന് നിധിയും. നമുക്ക് അന്വേഷിക്കാടോ, ഒരു പുതിയ നമ്പർ എടുക്കാൻ വേണ്ടി നോക്കാം, ഒറിജിനൽ ആധാർ കാണാതെ പോയി, നമ്പറും പോയി, അങ്ങനെയുള്ള ആൾക്കാർക്കും നമ്പർ വേണമല്ലോ എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ അങ്ങനെ കിട്ടുമോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ചോദിച്ചു നോക്കാമെന്നേ, താൻ ഇറങ്ങ്, നമുക്ക് പോയി ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞ അവൻ കാറിൽ നിന്നിറങ്ങി അവളെയും കൂട്ടി ആ ജനസേവന കേന്ദ്രത്തിലേക്ക് വീണ്ടും പോവുകയാണ്. അവിടെ വീടിന്റെ ബാൽക്കണിയിൽ ടെൻഷനോടെ നടക്കുകയാണ് സുനന്ദ. നിധി എന്ന് അമ്പലത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൾ ഓർത്തെടുക്കുകയാ. സുഭാഷേട്ടൻ ഇവിടെ ചന്ദന കളർ മുണ്ടും കസവ് ഷർട്ടുമൊക്കെ ഇട്ട് തനി കല്യാണ ചെറുക്കനായി കാത്തിരിക്കുന്നുണ്ട് എന്നതോർത്ത് അവൾ ടെൻഷനോടെ ബാൽക്കണിയിലൂടെ നടക്കുമ്പോഴാണ് താഴെ റോഡിലൂടെ സുഭാഷ് ജോലിക്ക് പോകുന്നത് കാണുന്നത്. അവനെ കാണെ അവൾ സന്തോഷത്തോടെ ഇറങ്ങി ഓടി ഗേറ്റിനടുത്ത് ചെന്ന് നിന്ന് നോക്കുകയാ. അവിടെ എത്തിയ സുഭാഷും സങ്കടത്തോടെ കരഞ്ഞു നിൽക്കുന്ന സുനന്ദയെ ഒരു നിമിഷം നോക്കിക്കൊണ്ട് ഒന്നും മിണ്ടാതെ അവിടുന്ന് നടന്നു നീങ്ങുമ്പോഴേക്കും സുനന്ദയും സങ്കടത്തോടെ പൊട്ടിക്കരയുകയാ. നിധിയും സുധീഷും വീണ്ടും തിരികെ എത്തി അവിടെയുള്ളയാളോട് സാർ പുതിയൊരു ആധാർ കാർഡ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറോ എന്ന് അയാളും ചോദിക്കുന്നുണ്ട്. മിസ്സായി സാർ എന്ന് സുധീഷ് പറയുമ്പോൾ ആധാർ നമ്പറും മൊബൈൽ നമ്പറും ഒരുമിച്ച് മിസ്സായോ എന്നയാൾ ചോദിക്കെ സുധീഷും അയാളുടെ കാര്യങ്ങളെല്ലാം വിവരിക്കുന്നുണ്ട്. എല്ലാം കേട്ടുകഴിഞ്ഞ അയാളും ഓക്കെ, ഇലക്ഷൻ ID, റേഷൻ കാർഡ്, അങ്ങനെ ID തെളിക്കുന്ന ഏതെങ്കിലും രേഖകളുണ്ടോ എന്ന് ചോദിക്കെ ഇല്ല എന്ന് നിധിയും. അത് ശരി, ഫലത്തിൽ നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ ഈ രാജ്യത്തെ പൗരനാണെന്നോ തെളിയിക്കുന്ന ഒരു രേഖയും നിങ്ങളുടെ കയ്യിലില്ല, പിന്നെങ്ങനെ ശരിയാവും, പോയി അഡ്രസ് പ്രൂഫുമായി വാ എന്ന് പറയുമ്പോഴേക്കും സുധീഷ് നിധിയെ വിളിച്ചോണ്ട് പോവുകയാ. തിരികെ വീണ്ടും കാറിലേക്ക് കയറി അവൾ സുധീഷിനോടായി പറയുന്നുണ്ട് ഇനിയൊന്നും ചെയ്യണ്ട, ഇതോടെ എല്ലാം അവസാനിപ്പിക്കാമെന്ന്. ഒന്നും നടക്കാൻ പോകുന്നില്ല, മരിക്കും വരെ ഒരടയാളവും ഇല്ലാത്ത ഒരാളായിട്ട് ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ഇരിക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അച്ഛൻ പറഞ്ഞതനുസരിച്ച് ബ്രോക്കർ സുഭാഷിന് ഒരു കല്യാണാലോചനയുമായി വരുന്നതും അതനുസരിച്ച് സുധീഷും കൂട്ടരും സുഭാഷ് ആദ്യം പെണ്ണു കാണാൻ പോയ കവിതയുടെ വീട്ടിലേക്ക് എത്തുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.